മോനെ, എന്റെ പൊന്നു മോൻ അമ്മയോട് കെറിയിക്കല്ലേടാ. അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എന്റെ പൊന്നു മോനെ ഞാൻ എന്തൊക്കെ പറഞ്ഞടാ. തീ തിന്ന് തിന്ന് അമ്മയുടെ തലയ്ക്ക് വെളിവ് കെട്ടി പോയടാ മോനെ. ഉറങ്ങുകയാണോ അല്ല സ്വപ്നം കാണുകയാണോ? എന്തു പറ്റി തങ്കച്ച? എനിക്ക് വയ്യ തങ്കം. എന്തൊരു ദുരിതമാണ്. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. ഇക്കാലമൊക്കെ മാറും. അപ്പോഴേക്കും ഞാൻ ഉണ്ടാവില്ല. തങ്കച്ചൻ നിരാശനാകരുത്. ധൈര്യമായിരിക്കും. തീർച്ചയായിട്ടും ജോലി കിട്ടാതിരിക്കില്ല. വരും തങ്കച്ച, വരും, വീട്ടിലേക്ക് പോകാം. അപ്പോഴേ ഇതുവരെയുള്ള നമ്മുടെ കടം തീർന്നു കേട്ടോ. അപ്പോഴേ ഇത് എവിടെ നിന്ന് അടിച്ചടിയാ കോഴിയെ? തങ്കച്ചൻ കമോൺ കമോൺ. ഇടേ രണ്ട് ചായ ഇരു തങ്കച്ചൻ. അയ്യോ എനിക്ക് വേണ്ട. കുടിതിരുമേനി. അല്ല അമ്മയാണ് എനിക്ക് വേണ്ടേ. ഇത് ബോംബ് കുഞ്ഞു ഞാൻ പറയുന്നത് കുടിക്കാൻ. നാരണൻകുട്ടി എന്റെ ചായയിൽ വെള്ളമേ ഒഴിക്കണ്ട. എനിക്ക് 2 ദിവസമായിട്ടൊരു ജലദോഷം. ഓ ശരി ശരി. അപ്പോഴേ തങ്കച്ച, നിന്റെ പഠിപ്പൊക്കെ ഒന്ന് നിർത്തിയില്ലേ? നിർത്തി. അപ്പോ ഇപ്പൊ എന്നാ പണി? ഇപ്പോ പണിയൊന്നും ആയിട്ടില്ല. അങ്ങനെ സ്റ്റൈൽ. നീ ഇങ്ങനെ അരിഞ്ഞിരിഞ്ഞ് നടക്കാതെ പട്ടാളത്തിൽ ആളെടുക്കുന്നുണ്ട്. നീ അത് ചെന്ന് ചേര്. നാരണൻകുട്ടി എന്തോ പഞ്ചസാരയിൽ ഒരു തരി പോലും ഇല്ലല്ലയോ? ഒരു തരി പോയിട്ട് ഒരു ടീസ്പൂൺ പോലും ഇവിടെ എടുക്കാനില്ല. കുഞ്ഞുഞ്ചേ, യുദ്ധത്തിന് എന്തിനാ പഞ്ചസാര? അത് പറഞ്ഞുതരാം. പഞ്ചസാരയിൽ വിഷം കലർത്തി വിമാനത്തിൽ കൊണ്ടു നടക്കും. എന്നിട്ട് പൊതുക്കളായിട്ട് കെട്ടി കീഴ്പോട്ടിടും. അത് കണ്ട് ജപ്പാൻകാര് മൊട്ടായിന്ന് വിചാരിച്ച് എടുത്തു തിന്നും. അവനെല്ലാം ക്ലോസ്, അവന്റെ ഷാപ്പ് പൊട്ടും. അങ്ങനെയല്ലേ ഞങ്ങൾ ജപ്പാൻകാരനെ പിടിച്ചത്. കുഞ്ഞുഞ്ഞ് യുദ്ധത്തിന്റെ ഒരു വിജ്ഞാന കോശമാണ്. അതാണല്ലോ അവരെനിക്ക് അവധി പോലും തരാതെ അവിടെ തന്നെ അങ്ങ് നിർത്തിയിരുന്നത്. എന്നാ ഞാൻ പോട്ടെ, ടാറ്റ. അയ്യോ, അങ്ങനെ അങ്ങ് പോയാലോ? പണ്ടത്തെ പോലെ എനിക്കിവിടെ നിൽക്കാനൊരു വൈക്ലഭ്യം. കുട്ടപ്പനാരെ, ഇതെല്ലാം എന്റെ കണക്കിൽ എഴുതിയതേ. പോട്ടെ, ടാറ്റ. തങ്കച്ചൻ എന്തോന്ന് ആലോചിക്കുന്നേ? യുദ്ധത്തിനെ കുറിച്ചായിരിക്കും. ഞാനൊരു ജോലിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാനും വരുന്നു. അമ്മച്ചി, എനിക്ക് ജോലി കിട്ടിയ അമ്മച്ചി. നേരാണോ? എന്ത് ജോലിയാ മോനെ? നല്ല ജോലിയാണ് അമ്മച്ചി. ചെലവെല്ലാം കഴിഞ്ഞ് നല്ല ശമ്പളവും കിട്ടും. കർത്താവിന് നന്ദി. ദൂരത്തെങ്ങും പോകണ്ടല്ലോ. എന്ന് മുതലാ? ഇന്ന് 6 മണിക്കുള്ള വണ്ടിക്ക് പുറപ്പെടണോ അമ്മച്ചി? ഇന്ന് തന്നോ? നേരാണോടോ? ദൂരത്തെങ്ങനെയാണോ പോകുന്നത്? അമ്മച്ചി, ഞാൻ പട്ടാളത്തിൽ ചേർന്ന അമ്മച്ചി. നേരാണോടാ? അമ്മ കറിയിച്ചത് കൊണ്ട് എന്റെ മോൻ പോയി പട്ടാളത്തിൽ ചേർന്നതാണോ? അല്ലമ്മച്ചി, എന്റെ അമ്മയും പെങ്ങളും പട്ടിണി കിടക്കാതിരിക്കാൻ വയ്യ. വേണ്ടടാ. നീ ആരോട് ചോദിച്ചിട്ടാ പോയി ചേർന്ന്? ഒന്നും പേടിക്കാനില്ല അമ്മച്ചി. എന്നെപ്പോലെ എത്ര ചെറുപ്പക്കാരാണ് പട്ടാളത്തിൽ ചേർന്നിരിക്കുന്നത് അറിയാമോ? അവരുടെയൊക്കെ പെറ്റമ്മമാര് കണ്ണീര് കുടിക്കുമായിരിക്കും. നീ തീരുമാനിച്ചു കഴിഞ്ഞു? ഞാൻ ചേർന്ന് കഴിഞ്ഞു അമ്മച്ചി. ആ, കർത്താവിന്റെ നിശ്ചയം അങ്ങനെ ആയിരിക്കാം. നിനക്ക് വഴിച്ചെലവിനോ മോനെ? വണ്ടിക്കുടിക്കുള്ള പണമെല്ലാം അവർ തരും. ഒരു 4-5 രൂപയെങ്കിലും കയ്യിലില്ലാതെ എങ്ങനെ അമ്മേ? സാറിനോട് മേടിച്ച് തരാമെന്ന് വെച്ചാ അവിടെ കാശൊന്നുമില്ല. ഏതായാലും സാറിനോടും മറ്റും വിവരം പറഞ്ഞേച്ചു വാ. ശരിയമ്മേ. ഇവിടെ ഇരിക്കുമോ? കൈ വേദനിക്കുന്നു അമ്മച്ചി. സാരമില്ല മോളെ. മോടെ കമ്മൽ അമ്മച്ചി ഊരിയെടുക്കുക. വേണ്ട വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്തിനാ? അച്ചാച്ചന് ജോലി കിട്ടി മോളെ. അവന് പോവാനാ. അച്ചാച്ചൻ ശമ്പളം മേടിക്കുമ്പം മോക്ക് വേറെ മേടിച്ചോണ്ട് തരും. ഓട്ടം അറിയാതിരിക്കാൻ എന്തെങ്കിലും ഇടാ. അച്ചാച്ചൻ ജോലി കിട്ടിയോ അമ്മച്ചി? കിട്ടി മോളെ. തങ്കച്ചൻ സ്വന്തമായി ചെറുപ്പത്തിലെ ജീവിതത്തിന്റെ അടിത്തറ പാകാൻ പോവുകയാണ്. അതേതായാലും നല്ലതാണ് കുഞ്ഞെ. മോളെ, വേദപുസ്തകം എടുത്ത് വെച്ചൊരു അധ്യായം വായിക്കും. തുറക്കുമ്പം കാണുന്ന അധ്യായം തന്നെ വായിക്കണം. തങ്കച്ച, അമ്മച്ചിയും പെങ്ങളെ ഓർമ്മ വേണം. വീട് മറക്കരുത് കേട്ടോ. ദൈവമേ, നീ എന്റെ ദൈവം. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങിയ വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു.
എന്റെ ദേഹം. തങ്കച്ച, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടോ കുഞ്ഞെ? ഉണ്ട്. ആ, എന്നാ ഇനി വൈകിക്കണ്ട. അമ്മച്ചി, ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് മോനെ. ഞാൻ ഇറങ്ങട്ടെ അമ്മച്ചി. പോയി നന്നായി വാ മോൻ. വലത്തുകാരെ വെച്ചിറങ്ങി. മോനെ, ദിവസവും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. എണ്ണ തേച്ച് കുളിക്കാം. നീ ഒരു ജലദോഷക്കാരനാ. നേരത്തിനും ചൊവ്വിനും ആഹാരം കഴിക്കണം. കൂടെ കൂടെ എഴുത്തയക്കാൻ മറക്കരുത്. ശരി അമ്മേ. തങ്കച്ച, എഴുത്തയക്കുമോ? അയക്കാൻ തങ്കമ്മേ. ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഈ വഴി നോക്കി നോക്കി കാത്തിരിക്കും. മറന്നുകളെ. എന്റെ തങ്കമ്മയെ മറക്കാൻ എനിക്ക് സാധിക്കുമോ? കരഞ്ഞുകൊണ്ടാണോ എന്നെ യാത്ര അയക്കുന്നത്? ഞാൻ പോയിട്ട് വരട്ടെ. തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഇത് മാത്രമല്ലേ ചെയ്യാൻ നോക്കൂ? ഞാൻ എന്റെ കടമ മാത്രമാണ് ചെയ്തത്. ഇത് പട്ടാളമാണെന്ന് മറന്നുപോയത്. നിയമം അനുസരിക്കുക എന്നതാണ് ഒരു പട്ടാളക്കാരൻ ആദ്യമായി ചെയ്യേണ്ടത്. ആ, തങ്കച്ചന്റെ സ്വദേശം എവിടാ? മാവേലിക്കര. അപ്പൊ നമ്മൾ അടുത്ത നാട്ടുകാരാണല്ലോ. എന്റെ വീട് കൊട്ടാരക്കരയാ. സാരമില്ല തങ്കച്ച, ഇതൊക്കെ ശരിയാകത്തില്ലേ? ധൈര്യമായിരിക്കും. തങ്കച്ചന്റെ ഒരു നല്ല പട്ടാളക്കാരനാണ്. ആ, ചായ കുടിച്ചോ? ഇല്ല, കുടിച്ചില്ല. വണക്കം സാർ. നമസ്കാരം ചെല്ലയ്യ.
തങ്കച്ച എന്താടോ? ഒരു സംശയം. എന്താ? തങ്കച്ച ഞാൻ മീശ വെച്ചാ നന്നായിരിക്കും. ഓ, സ്റ്റൈലായിരിക്കും. ഇന്നിപ്പോ ലെറ്റർ എഴുതിയാ? மிஸ் தங்கம்மா எழுது எழுது நிறைய எழுது. கல்யாணத்துல கூப்பிட மறந்துடாதே. நீ என்ன பேர மறக்கிற? ഒന്നുമില്ല. മുതകാത്തവന്റെ മീശ. बत्ती बंद करो, बत्ती बंद करो, बत्ती बंद करो. ഇല്ല, എഴുത്തുന്നില്ല. മണിയാറ് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട തങ്കമ്മേ, എഴുതാൻ താമസിച്ചതിന് മാപ്പ് തരണം. കള്ളി പിണങ്ങിയോ? മറന്നുപോയെന്ന് വിചാരിച്ചു അല്ലേ? ഒരു നിമിഷം അതിന് പറ്റുന്നില്ല. നീ തന്ന പലഹാരങ്ങളുടെ മധുരം നാവിലുണ്ട്. നിന്നെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ ഹൃദയത്തിലും. ആ ഓർമ്മകളെ താലോലിച്ചും കൊണ്ട് ഞാൻ ദിവസങ്ങൾ കഴിക്കുന്നു. തങ്കം ചേച്ചി, തങ്കം ചേച്ചി, അച്ചാച്ച 5 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതെയോ? വാ വാ. അപ്പച്ച അപ്പച്ച, അപ്പച്ച, എന്താ മോളെ? തങ്കച്ചന്റെ കത്തുണ്ടായിരുന്നു. അപ്പച്ചയും അമ്മച്ചിയും പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അവന്റെ സുഖമല്ലേ? മോളെ, നീ എവിടെ ആയിരുന്നടി? അമ്മച്ചി അമ്മച്ചി, മോളെ നീ ആ കഷായം ഒന്ന് വെറ്റിച്ചെടുക്ക. ചായ കുടിച്ചാട്ട. അമ്മച്ചി അമ്മച്ചി, തങ്കച്ചന്റെ കത്തും മണിയാറും വന്നിട്ടുണ്ട്. 5 രൂപ അപ്പച്ചൻ മരുന്ന് മേടിക്കാൻ. നമ്മളെ സഹായിക്കാൻ അവർക്ക് കഴിവില്ലല്ലോ. അവനാ ഓർമ്മയുണ്ടായല്ലോ. മോളെ, ആ കഷായം. സാറേ, ആ കഷായം കുടിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു? വല്ല കുറവുണ്ടോ? കുറച്ച് ആശ്വാസം. എന്നാൽ എനിക്കൊരു അഭിപ്രായമുണ്ട് കേട്ടോ. നമ്മുടെ ഡോക്ടർ പിള്ളയുണ്ടല്ലോ, ആള് മിടുക്കനാണെന്നാ കേൾക്കുന്നത്. പുള്ളിക്കാരനെ ഒന്ന് കണ്ടുകളയാ. എന്താ? നല്ല നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട്. പക്ഷെ കണ്ടാ മതിയോ പീലിപ്പോച്ച? പണം വേണ്ടേ? രൂപയ്ക്ക് രൂപ തന്നെ വേണം എന്ന് വെച്ചിപ്പോ ചികിത്സിപ്പിക്കാതിരിക്കാനൊക്കെ. പണത്തെ പറ്റി വിഷമിക്കേണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. ഡോക്ടറെ കാണും. പീലിപ്പോച്ചൻ ഇപ്പൊ തന്നെ ഒത്തിരി തരാനുണ്ട്. ഇനിയും നേര് പറഞ്ഞ അപ്പച്ചൻ പണത്തിന്റെ കാര്യത്തിനായി എന്നെ ഇങ്ങോട്ട് അയച്ചത് തന്നെ. എന്റെ കുഞ്ഞ്, അല്പം സാവകാശം താ. ഈ കിടപ്പിൽ നിന്ന് എണീറ്റോട്ടെ. പിന്നെ ഏത് തരത്തിലെങ്കിലും തന്നു തീർത്തുകൊള്ളാം. അതെന്നെ എഴുതി അങ്ങനെ പറയുന്നേ? നമ്മളെല്ലാം മനുഷ്യരല്ലേ. അതും സാറി കിടപ്പ് കിടക്കുമ്പോ കടം പിരിക്കാൻ ഞാൻ പിശാചാണ്. അപ്പച്ചനാണേലേ അരക്കാശ് ആനക്കുട്ടിയാണ് എന്ന് വിചാരിച്ച് എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ സാറേ. അപ്പച്ചനോട് പ്രത്യേകം ഒന്ന് പറയണേ. വലിയ ഉപകാരമാവില്ലേ? ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. അതൊന്നും സാരമില്ല. മോള് ജയിച്ച വിവരം എഴുതിയേ? എഴുതിയ അമ്മച്ചി. ചേച്ചി ചേച്ചി, കമ്മലിന്റെ കാര്യമോ? അത് മറക്കല്ലേ കേട്ടോ. എന്താ, നിന്നെ കെട്ടിക്കാറായോ? എത്ര വേണേലും. മോൾ എഴുത്. ദിവസവും എണ്ണ തേച്ചേ കുളിക്കാവൂ. അവനൊരു ജലദോഷക്കാരനാ, നിനക്കറിയാമല്ലോ. വെയില് കൊള്ളരുത്. ശരീരം നന്നായിട്ട് നോക്കണം. ഉപ്പൊഴിച്ച കഞ്ഞിവെള്ളമേ കുടിക്കാവൂ. കണ്ണടച്ചേ ഉറങ്ങാവൂ. നീ ഒന്നും മിണ്ടാതിരിക്കുക. എഴുതുമോളെ. തങ്കമ്മ എപ്പോഴും വീട്ടിൽ വരാറുണ്ട്. തങ്കമ്മ നിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊന്നും വേണ്ട അമ്മച്ചി. നീ അങ്ങ് എഴുതുപെണ്ണെ, ഞാനല്ലയോ അയക്കുന്നത്. ചേച്ചി, ഉണ്ണിയപ്പം തങ്കമായെന്ന് എഴുതിക്കോ. അല്ലെങ്കിൽ അച്ചാച്ചനോ ഏത് തങ്കമ്മയെന്നോ ഓർമ്മയുണ്ടായില്ല. പോയി വരേ കണ്ണാടി നേരെ പിടിക്കൂ. തന്റെ ഒരു പ്രിയ മാനസം. ഇത് കൊള്ളാമല്ലേ? കിരീടം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഒരു കഥകളി വേഷം കിട്ടിയ. ഒരു സ്ത്രീ
പരമസുന്ദരിയായ സ്ത്രീ. കഴിഞ്ഞില്ലേ വേഷം കെട്ട്? ഒന്ന് വേഗമാണ്. ആ തങ്കച്ച, നിനക്കൊരു എഴുത്തുണ്ട്. തങ്കമ്മയുടെ എഴുത്താണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ പ്രേമലേഖനം. ഇതിലൊരു 100 പരിഭവങ്ങൾ അവൾ എഴുതി നിറച്ചിട്ടുണ്ടാവും. പാവം സ്ത്രീജനങ്ങളല്ലേ. എന്റെ പട്ടാള വേഷത്തിൽ ഒരു ഫോട്ടോ അവൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ അയച്ചു കൊടുത്തില്ലേ? ഇതുവരെ അയക്കാൻ പറ്റിയില്ല പോറ്റി. വലിയ തെറ്റായി. ഇതിലിപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ തങ്കച്ചന്റെ വരവും കാത്തിരിക്കുകയാണ്. ധാരാളം ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തങ്കച്ചനൊന്ന് വേഗം വരണേ എന്ന്. തങ്കമ്മേ, നിന്റെ വളകിലിക്കും പൊട്ടിച്ചിരിയും ഞാൻ കേൾക്കുന്നുണ്ട്. എന്തു പറ്റി തങ്കച്ച? തങ്കമ്മയുടെ അപ്പച്ചൻ കോശി സാർ മരിച്ചുപോയി. ഞങ്ങൾക്കൊരു തണലായിരുന്നു. ഇപ്പൊ 2 കുടുംബങ്ങളും അനാഥമായി പോയി. കരയാതിരിക്കണം തങ്കച്ച. എനിക്കുടനെ നാട്ടിൽ പോകണമെന്നുണ്ട്. അവരെ സമാധാനിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ലീവിന് അപേക്ഷിക്കും. ട്രെയിനിങ് പൂർത്തിയായതുകൊണ്ട് കിട്ടാതിരിക്കില്ല. ജീവിതത്തിൽ ഇതൊക്കെ സഹിക്കണം. അതിന് ധീരനാകാൻ നോക്കും. കമോൺ. പോട്ടെ തങ്കച്ച. സ്റ്റീഫൻ, നിങ്ങൾ എനിക്കൊരു ചേട്ടനെ പോലെയാണ്. നിങ്ങളാണ് എന്നെ ഒരു നല്ല പട്ടാളക്കാരനാക്കിയത്. വീണ്ടും തമ്മിൽ കാണുമെന്ന് ആശിക്കാം. വരാം. മോളി, അച്ചാച്ചാ, എനിക്ക് കമ്മല് കൊണ്ടുവന്നിട്ടോ? ഓ, ചാത്തമ്പരം പെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. നോക്ക്. അമ്മേ, ചാത്താ വേഗം വാ. മോനെ, എന്റെ പൊന്നു മോനെ. അമ്മേ, എന്റെ മോൻ ഒരുപാട് കറുത്തുപോയല്ലോടാ. കൊണ്ടുവന്ന വേഗം കൊണ്ടുവാ. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. മൂത്തവലേനെ അച്ചാച്ചൻ കൊണ്ടുവന്ന് കമ്മലുണ്ടോ? ഇങ്ങോട്ടൊന്ന് തന്നെ, മൂത്തവലേനൊന്ന് കാണട്ടെ. ഏന് കണ്ണിന് കാഴ്ച എത്ര പറ്റണില്ല. നന്നായിണ്ടോ? ആ, കാണാൻ നല്ല ചേലുണ്ട്.
സാറിന് ചികിത്സയൊന്നും ചെയ്തില്ലേ അമ്മേ? ഏതാണ്ടൊക്കെ ചെയ്തു. റാഹേലും കിടപ്പിലാ മോനെ. ആ കുടുംബം എന്റെ പിതാവേ. എന്താ അമ്മേ? ഒന്നുമില്ല. ഏതായാലും മോൻ അങ്ങേലോട്ടൊന്ന് ചെല്ലണം. ഞാൻ പോകുന്നേ. അമ്മേ, തങ്കമ്മ ഇങ്ങോട്ടൊന്നും വരാറില്ലേ? മോൻ പോയി ഒന്ന് എണ്ണ തേച്ച് കുളിക്കാം. അമ്മ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്.